പുത്തുമലയിൽ ഉരുൾപൊട്ടി ഒഴുകിയ വഴികളൊക്കെ കാട് മൂടിയിരിക്കുന്നു. പക്ഷേ ആ ഓർമ്മകൾ ഇപ്പോഴും നടുക്കമുണ്ടാക്കുന്നു. കാണാതായ 17 പേരിൽ 12 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. 5 പേർ ഇപ്പോഴും ഈ മണ്ണിനടിയിൽ എവിടെയോ ഉറങ്ങുന്നു. മുതിരത്തൊടി ഹംസ, നാച്ചി വീട്ടിൽ അവറാൻ, കണ്ണൻകാടൻ അബൂബക്കർ, എടക്കണ്ടത്തിൽ നബീസ, തമിഴ്നാട് സ്വദേശി അണ്ണയ്യ, ഇവരെയാണ് കണ്ടെത്താൻ കഴിയാതിരുന്നത്. 2019 ഓഗസ്റ്റ് 8 വൈകിട്ടാണ് പുത്തുമലയിലേക്ക് ദുരന്തം ആർത്തലച്ചെത്തിയത്. വീടുകളും ആരാധനാലയങ്ങളും മണ്ണിനടിയിലായി. കാണാതായ 17 പേരിൽ 12 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 19 ദിവസത്തിന് ശേഷം തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഇവിടുന്ന് കിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ ശേഷം ഇവിടെ തെരഞ്ഞു കിട്ടാത്തപ്പോൾ നിലമ്പൂര് വരെ തെരഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അർജുന്റെ അവസ്ഥയും ഇതും വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ വിചാരിക്കും നമ്മളൊരു മലയാളി ആയതുകൊണ്ടായിരിക്കും ഇത്രയും നല്ലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടിയത്. പക്ഷെ അത് വേറെ എവിടെയും കിട്ടില്ല എന്ന് അർജുന്റെ പ്രശ്നം വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. എല്ലാ ശ്രമങ്ങളും വിഫലമായതോടെയാണ് തിരച്ചിൽ നിർത്തിയതെന്ന് ആദ്യാവസാനം ദൗത്യത്തിനൊപ്പമുണ്ടായിരുന്ന അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സഹദ് ഓർക്കുന്നു. തുടർച്ചയായിട്ട് സർക്കാർ സംവിധാനം വെച്ചുകൊണ്ട് തന്നെ എന്തെല്ലാം മെറ്റീരിയൽസിൽ എന്തെല്ലാം സഹകരണങ്ങളുണ്ടോ അതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് രക്ഷാദം നടത്തിയത്. അവസാന സമയത്ത് ഈ 5 പേരുടെ കുടുംബാംഗങ്ങളെ പഞ്ചായത്തിലേക്ക് വിളിച്ചു ചേർത്തു. കലക്ടറെയും അതുപോലെ MLA നേതൃത്വത്തിൽ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അവരുടെ സമ്മതത്തോടു കൂടിയാണ് അവർ മതി ഇനി തിരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നാം തെരച്ചിൽ നടത്തിയത്. അതുവരെ ആ കുടുംബത്തിന് കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ സംവിധാനങ്ങളും. അപ്പോൾ അവർ 16-ാം തീയതി നമ്മളിത് എന്ത് ചെയ്യണമെന്നൊരു ആലോചന മീറ്റിംഗ് വിളിച്ചു. അതിനകത്ത് ഒരു കുടുംബം മാത്രം പറഞ്ഞു 2 ദിവസം കൂടെ നോക്കാമെന്ന്. അങ്ങനെ 19 ദിവസം നമ്മളുണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ട് തെരച്ചിൽ നടത്തി. എന്നിട്ടും കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ സമ്മതത്തോടു കൂടിയാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത്. ഷിരൂരിൽ അർജുനായി തെരച്ചിൽ നടക്കുമ്പോൾ പുത്തുമലയിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരും പ്രാർത്ഥനയിലായിരുന്നു. ഇപ്പോഴും ചാനലിൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഏതാണ് കിട്ടിയാൽ മതി ലോകം മുഴുവനും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കല്ലേ, കിട്ടിയാൽ മതി. നമുക്ക് നമ്മളെ കുട്ടി നഷ്ടപ്പെട്ട തന്നെ ഇന്നും നമുക്ക് തീരാ ദുഃഖമാണ്. നമുക്ക് സഹിക്കാൻ വയ്യാത്ത നമ്മൾ നിൽക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.